ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഹീസ് റെഡി ആൻഡ് വി ആർ ഓൾസോ റെഡി. ഇതാണ് നീതി എന്ന് പറയണത്. അതായത് 12:50 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം, എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈശോ സ്വീകരിച്ച ജ്ഞാനസ്നാനം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എന്താണ്? പിതാവിൻ്റെ മനസ്സിനെ ഏതറ്റം വരെയും സമർപ്പിക്കാൻ ഈശോ കാണിച്ച സമർപ്പണമാണ് ഈശോ നേടിയ നീതി എന്ന് പറയുന്നത്. അതാണ് എന്താണ്? അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും, ഭൂമിയെ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞ മക്കളുടെ വീറും വാശിയും കണ്ടപ്പോഴേ അത് വ്യാഖ്യാനിച്ചാണ് ഞാനിവിടെ എത്തിയത്, ഈ വചനത്തിലെത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വചനങ്ങൾ കേൾക്കുമ്പോഴേ, അതായത് ദൈവം മാത്രമാണ് എൻ്റെ വിശ്വാസത്തിന് മറുപടി പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഈ അവസ്ഥയിൽ എന്നെ കൈപിടിച്ചുയർത്തിയത് ദൈവം മാത്രമാണെന്ന് പറയുമ്പോഴേ, ആ ദൈവം കൈപിടിച്ചുയർത്താൻ സ്വീകാര്യമല്ലാത്ത ഒരു കാലമായിരുന്നു അവരുടേത്, പ്രസാദകരമല്ലാത്തൊരു കാലമായിരുന്നു അവരുടേത്. ഈ പ്രസാദകരമല്ലാത്ത കാലത്തെ പ്രസാദകരമാക്കാൻ, ഈ സ്വീകാര്യമല്ലാത്ത കാലത്തെ സ്വീകാര്യമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? അമ്മയാണ്. അമ്മ എങ്ങനെ പറഞ്ഞു? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞില്ലേ ലൂക്കാ 1:35. എന്നിട്ട് അത് കേട്ടപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അത്യുന്നതൻ്റെ ശക്തി, മനുഷ്യന്മാരുടെ ശക്തി, യുക്തിയുടെ ശക്തി, ശാസ്ത്രത്തിൻ്റെ ശക്തി, ശരീരത്തിൻ്റെ ശക്തി, പണത്തിൻ്റെ ശക്തി, പറമ്പിൻ്റെ ശക്തി, പാർട്ടിയുടെ ശക്തി, ഇങ്ങനെ പല ശക്തികൾ ലോകത്തുണ്ട്. അതിനൊന്നും നമ്മൾ ദാസ്യങ്ങളല്ല, അതിനൊന്നും നമ്മൾ ദാസ്യം വരെ എടുക്കേണ്ട കാര്യമില്ല. ഓരോരോ കാലത്ത് സഭ പല പല കാര്യങ്ങളിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സഭ ചെയ്യാതെ തെറ്റിന് പോലും 10 വോട്ട് നേടാൻ വേണ്ടി സഭയെ പ്രതിഷ്ഠാനത്ത് നിർത്തിക്കൊണ്ട് മറ്റു സമുദായക്കാരുടെ പ്രീണനങ്ങളും അവരുടെ താല്പര്യങ്ങളും എടുത്തുകൊണ്ട് കസേര ഉറപ്പിക്കാൻ വേണ്ടി സഭയെ കരുവാക്കിയിട്ടുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പക്ഷെ അങ്ങനെയുള്ള കാലങ്ങളിലൊന്നും സഭ ആരുടെയും ദാസ്യമാകത്തില്ല. ജ്ഞാനസ്ഥാനം വെള്ളം വീണവനാകാതിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ ദാസിയാകാൻ അല്ലെങ്കിൽ ദാസനാകാൻ കഴിയാത്ത വ്യക്തി ലോകത്തിൻ്റെ ദാസനാകും, അല്ലെങ്കിൽ ദാസിയാകും. അങ്ങനെ ആ അവസ്ഥയിൽ അവർ അന്ത്യം കുറിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരേണ്ട കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒറ്റ ദാസനേ ഉള്ളൂ. ആരാണ്? ദൈവത്തിൻ്റെ ദാസൻ. അതാണ് അമ്മ പറയണത്. അമ്മ പറഞ്ഞ അസ്വീകാര്യമായ സമയത്തെ എങ്ങനെ അമ്മ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയത്തെ എങ്ങനെ പ്രസാദകരമാക്കി. വിത്ത് എ സിംഗിൾ വേർഡ്. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? എങ്ങനെയാണ് ദാസ്യനാകണത് ഒരു മനുഷ്യൻ? എങ്ങനെയാണ് ദാസിയാകണത് ഒരു സ്ത്രീ? ബിഹോൾഡ് ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. എന്താണ്? അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവവേദനേ, എപ്പോഴാണൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി സ്വയം സമർപ്പിതമാകണത്? അവൻ ദൈവത്തിൻ്റെ ദാസനാകും, ദൈവത്തിൻ്റെ ദാസിയാകും. അവന് സ്വീകാര്യമല്ലാത്ത സമയം അവൻ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയം അവന് പ്രസാദകരമാകും. എപ്പോഴാണത്? അവൻ ദൈവത്തിൻ്റെ വചനത്തെ തന്നെ പരിശുദ്ധ അമ്മയെപ്പോലെ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി ആയി മാറുമ്പോഴാണ് അസ്വീകാര്യമായ സമയം സ്വീകാര്യമാകണതും പ്രസാദകമല്ലാത്ത സമയം പ്രസാദകരമായി മാറ്റുന്നതും. അതിൻ്റെ മാതൃകയും മധ്യസ്ഥമായാണ് പരിശുദ്ധ അമ്മയെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പ്രമേയം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദാസൻ ആയാൽ, ഇങ്ങനെ ദാസിയായാൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ദാസനാകാം? ദൈവത്തിൻ്റെ ദാസൻ്റെ മുഖമുദ്ര എന്താണ്? ദൈവത്തിൻ്റെ ദാസിയുടെ മുഖമുദ്ര എന്താണ്? നമുക്കറിയാം, സ്നേഹമുണ്ട്, ഇവിടെ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവദാസിയുടെ മുഖമുദ്ര അല്ല. ദൈവത്തിൻ്റെ ദാസൻ്റെ അല്ലെങ്കിൽ ദൈവദാസിയുടെ ഇപ്പോൾ ദൈവസ്നേഹം, പ്രത്യാശ, അല്ലെങ്കിൽ
അതുപോലെ തന്നെ വിശ്വാസം. അങ്ങനെ തിയോളജിക്കൽ വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷെ ഇതൊന്നും ദാസൻ്റെ പ്രഖ്യാപിതമായ മുദ്രയല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ദാസൻ്റെ അസ്വീകാര്യമായ സമയത്തെ സ്വീകാര്യമാക്കി മാറ്റാൻ കഴിവുള്ള ദാസൻ്റെ, അല്ലെങ്കിൽ പ്രസാദകരമല്ലാത്ത സമയത്തെ പ്രസാദകരമാക്കി മാറ്റാൻ കഴിവുള്ള ദാസിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ബൈബിൾ തരത്തുള്ളൂ. ദാറ്റ് ഈസ് ഫിഡലിറ്റി. എന്താണ്? വിശ്വസ്തത. ഈ വിശ്വസ്തതയും ദാസനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നമ്മൾ വായിച്ചിട്ട് സുവിശേഷത്തിൽ എന്താ പറയണത്? അവൻ ചതഞ്ഞ ഞാങ്കണം ഒടുക്കിയില്ല. പൈസയ 42 അല്ലേ? 42:3 അവൻ ചതഞ്ഞ ഞാങ്കണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അപ്പം ഈ സുവിശേഷം ഞാൻ ഈ ക്രിസ്മസിന് ധ്യാനിച്ച ഭാഗമാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഒരു സംഭവമില്ല. വെച്ചാൽ വേറെ സാധാരണഗതിയിൽ ഞാൻ വ്യാഖ്യാന പുസ്തകങ്ങളൊന്നും നോക്കത്തില്ല. കാര്യം വ്യാഖ്യാനിക്കേണ്ടത് ആരാ? കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് വ്യാഖ്യാനിക്കേണ്ട സമയത്ത് നമ്മൾ വല്ലവരും ശ്രദ്ധിച്ച സാധനം എടുത്ത് വ്യാഖ്യാനിച്ചാൽ ബൗദ്ധികമായിട്ട് അക്കാഡമിക്ക് കിട്ടും, പക്ഷേ അതിന് അഭിഷേകം ഉണ്ടാകത്തില്ല. അതൊരു ബുദ്ധിയെ മാത്രം ഇങ്ങനെ തെളിച്ച് പ്രകാശിപ്പിക്കും. പക്ഷേ വ്യക്തിയെ അത് അഭിഷേകം ചെയ്തിട്ട് ശക്തി കൊടുത്തിട്ട് വിടുതൽ നൽകുന്നതിന് അത് പര്യാപ്തമല്ല. അതൊരു ക്ലാസ് റൂം തിയോളജി അവിടെ കേട്ട് ബൗദ്ധികമായ ബോധ്യം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകമാണ് വേണ്ടത്. ആത്മാക്കളെ വീണ്ടെടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിലെ ഒരു ഹൈന്ദവ സഹോദരി ക്യാൻസർ 4th സ്റ്റേജിൽ സുഖപ്പെട്ടു എന്നും പറഞ്ഞ് വേറൊരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ സാക്ഷ്യത്തെ ഓൺ ചെയ്യണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഓൺ ചെയ്യാത്തതിൻ്റെ കാരണം ആ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് ഞങ്ങളത് ഓൺ ചെയ്യണത്. പക്ഷെ ആ വ്യക്തി, ആ സൗഖ്യപ്പെട്ട വ്യക്തി പിന്നീട് നടത്തിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങളുണ്ട്. അത് ഗംഭീരമാണ്. ദാറ്റ് മീൻസ് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വാസം കിട്ടി അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തീരുമാനിക്കും. ഇവിടെ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും യേശുവിനെ ഒരു വ്യക്തി തൊട്ടു, കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസറിന് പിന്നെ സീസറിനുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ എപ്പോഴും കിട്ടും.